എല്ലാവർക്കും നമസ്കാരം. ഇ ലേണിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പോലീസ് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുവാൻ ആരംഭിച്ചിട്ടുണ്ടാകുമെന്നും കരുതുന്നു. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറെടുക്കാം, ഏറ്റവും കൂടുതൽ സമയം ഏതൊക്കെ ഭാഗം പഠിക്കുവാനായിട്ട് സ്പെൻഡ് ചെയ്യണം, ഏതൊക്കെ ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ ആദ്യം പഠിച്ചു തീർക്കണം എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ബാച്ചുകൾ, അതായത് ഡ്രൈവർ കം ഒ എ, എക്സൈസ് ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ തുടങ്ങിയ ക്ലാസ്സുകളിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു ഫോർമുലയാണ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഇ ലേൺ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവർ പരീക്ഷയിലും കഴിഞ്ഞ എക്സൈസ് ഡ്രൈവർ പരീക്ഷയിലും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൃത്യമായിട്ട് കൺവേ ചെയ്ത് കൊടുത്തിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ പുതിയ പോലീസ് ഡ്രൈവറിന്റെ ബാച്ചിലും ഉണ്ടാകുന്നതായിരിക്കും. പോലീസ് ഡ്രൈവറിന്റെ ബാച്ചിലേക്ക്, പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാമെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് കോഴ്സിന്റെ പ്രൈസ് റേഞ്ച് മാറുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ചുള്ള ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. PDF നോട്ട്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ മോഡൽ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. യൂട്യൂബിൽ പഴയ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു നോക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെമോ ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. അത് കണ്ടു നോക്കി താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പങ്കുവെക്കുന്നത്, എങ്ങനെ പോലീസ് ഡ്രൈവർ പരീക്ഷ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയും എന്നൊക്കെ ഉള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് കാണുക, മനസ്സിലാക്കുക. ഓക്കെ, നോക്കാം ഇന്നത്തെ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് BNSSനെ പറ്റിയിട്ടാണ്, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് പോലീസ് ഡ്രൈവർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടുന്നത്, എന്തൊക്കെയാണ് ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മുൻഗണന കൊടുത്ത് പഠിക്കേണ്ടുന്നത്, എങ്ങനെ പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, അതിനാദ്യം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നോക്കാം. നോക്കിയേ, പോലീസ് ഡ്രൈവർ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം 50 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിന്നുണ്ട്. 50 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്ക്. ഈ 50 മാർക്കിനെ രണ്ടായി തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 30 മാർക്കിൻ്റെതാണ്. അതെന്താണ്? ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. അടുത്തത് 20 മാർക്കിനെ പറ്റിയിട്ട്, 20 മാർക്കിന്റെ ചോദ്യങ്ങൾ. അതെന്ന് പറയുന്നതോ തസ്തികയുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതായത് പോലീസ് ആണെങ്കിൽ പോലീസിന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അവിടെ തന്നെ നിങ്ങൾക്ക് BNS പഠിക്കാനുണ്ട്, BNSS പഠിക്കാനുണ്ട്, BSA പഠിക്കാനുണ്ട്, സാക്ഷി അധിനിയം എന്നുള്ളത് അത് പഠിക്കുവാനുണ്ട്. അതുപോലെ തന്നെ പോക്സോ, IT, ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട് 20 മാർക്കിന് വേണ്ടിയിട്ട്. സിലബസ് അല്പം വാസ്റ്റ് ആണ്, കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. തന്നെയുമല്ല കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ മാറിയും തിരിഞ്ഞും BNSലും BNSSലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എന്താണ് നിയമത്തിന്റെ നിർവചനം കൊടുത്തിരിക്കുന്നത്, അതെങ്ങനെ വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് 30 മാർക്കിന്റെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. 6 പ്രധാനപ്പെട്ട യൂണിറ്റുകളുണ്ട്, 6 യൂണിറ്റുകൾ. ഓരോ യൂണിറ്റിൽ നിന്നും 5 മാർക്കിന് വീതം ചോദ്യങ്ങൾ, 30 ചോദ്യങ്ങളാകെ. അതിൽ തന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾ, വളരെ പ്രധാനപ്പെട്ട കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ, ലൈവ് ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി, ഇതിൽ നിന്ന് ചോദ്യം ചോദിക്കും. സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം കാട് കയറി പഠിക്കേണ്ട. ഏതിന് സ്ട്രെസ് കൊടുത്ത് പഠിക്കണം, ഏത് ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ഏതാണ് നിങ്ങൾ വെറുതെ വായിച്ചു വിടേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡ്രൈവിംഗ് റെഗുലേഷൻസ്. 1-2 മാർക്കിനെ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. നമ്മുടെ 5ാമത്തെ യൂണിറ്റ്, 6ാമത്തെ യൂണിറ്റ്, 4ാമത്തെ യൂണിറ്റ്, 2ാമത്തെ യൂണിറ്റ്, ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. നമ്മൾ അടയാളപ്പെടുത്തി അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ഈ എല്ലാ ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഫയർമാൻ ഡ്രൈവറിന് 48 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കറിയാം, നമ്മുടെ ലൈവ് ക്ലാസ് എടുത്തവർക്ക്, നമ്മുടെ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തവർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്.
ഇങ്ങനെ എന്തിനൊക്കെ മുൻഗണന കൊടുത്ത് പഠിക്കണം, ഏതൊക്കെയാണ് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോ അഡ്മിഷൻ എടുത്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താല്പര്യമുണ്ടെങ്കിൽ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ രാത്രിയെന്നോ രാവിലെയെന്നോ ഇല്ല. ഒരുപക്ഷെ നിങ്ങളുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല, നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം. അത് കാണുന്ന മുറയ്ക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മെന്റർഷിപ്പ് എങ്കിൽ അങ്ങനെ, അതല്ല ഡൗട്ട് ക്ലിയറൻസ് മാത്രമായിട്ടാണ് സാറേ ഞങ്ങൾക്ക് വേണ്ടുന്നെങ്കിൽ അങ്ങനെ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും സൗകര്യം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക, പാസ്സാവുക, ജോലി വാങ്ങിക്കുക. ഒരു കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കണം, സർക്കാരിന്റെ ഒരു നീല ടാഗ് കഴുത്തിലൂടെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിലോട്ട് വാങ്ങിക്കുന്ന ഒരു സന്തോഷം, അത് നിങ്ങളുടെ മുഖത്ത് കൊണ്ടുവരുന്ന ഒരു പുഞ്ചിരി, നിങ്ങളുടെ വീട്ടുകാരുടെ മുഖത്ത് കൊണ്ടുവരുന്ന സന്തോഷം, അതിനെ പറ്റിയിട്ട് ആലോചിക്കുക, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക, പഠിക്കുക, ഉറപ്പായിട്ടും വിജയം കിട്ടും. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ആദ്യത്തെ ക്ലാസ് ആണ്. നോക്കിക്കേ, ഡെഫിനിഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് നിയമത്തിൽ ഓരോരോ വാക്കുകൾക്കും കൊടുത്തിരിക്കുന്ന നിർവചനം, അല്ലെങ്കിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അനുസരിച്ച് ഓരോരോ പദങ്ങൾക്കും ഓരോരോ വാക്കുകൾക്കും കൃത്യമായിട്ടുള്ള നിർവചനം കൊടുത്തിട്ടുണ്ട്. ആ നിർവചനങ്ങളെ പറ്റിയിട്ടാണ്, ഡെഫിനിഷനുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഒരു കാരണവശാലും മറന്നു പോകരുത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ നോക്കുക. സെക്ഷൻ 2(1)(a) എന്താണ് പറയുന്നത്? ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. അപ്പം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്, നിർവചനങ്ങളെ പറ്റി പറയുന്നു. അപ്പം ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കഴിഞ്ഞ CPO പരീക്ഷയിൽ വളരെ എളുപ്പമായിരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യങ്ങൾ. അപ്പൊ എപ്പോഴും നമുക്ക് അത്തരം ചോദ്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുവാൻ സാധിക്കില്ല. സെക്ഷനുകളെ പരാമർശിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ലളിതമായിരുന്നു, നേരിട്ടുള്ള പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ഈ സെക്ഷനുകൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോ ഈ ക്ലാസ് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. സെക്ഷൻ 2(1)(a) പറയുന്നു ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്, അതായത് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളെ പറ്റി പറയുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സെക്ഷനിൽ 2(1)(a). സെക്ഷൻ 2(1)(a) പറയുന്നു ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ്, അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളെ പറ്റിയിട്ട്. എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും മൊബൈൽ, കമ്പ്യൂട്ടർ പോലുള്ള ഉപകരണങ്ങളും ഉപയോഗിച്ച് നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിനെ അർത്ഥമാക്കുന്നു. നോക്കിക്കേ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായമുണ്ട്, അല്ലെങ്കിൽ മൊബൈല്, കമ്പ്യൂട്ടർ പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായ പ്രവൃത്തികൾ നിർവഹിക്കുന്നതിനെ അർത്ഥമാക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 2(1)(a) ഭാരതീയ ന്യായ സംഹിത BNSSലെ സെക്ഷൻ 2(1)(a) പറയുന്നു മൊബൈല്, കമ്പ്യൂട്ടർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നിവയുടെ സഹായത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിക്കാവുന്നതാണ്, നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കാവുന്നതാണ് എന്ന് പറയുന്നു. നോക്കിക്കേ, ആദ്യത്തേത് പറയുന്നു വീഡിയോ കോൺഫറൻസിങ്. എപ്പോഴാണ് വീഡിയോ കോൺഫറൻസിങ് ഉൾപ്പെടുത്തുന്നത്? കോടതി നടപടികൾ, സാക്ഷി വിസ്താരം, പ്രതികളെ ഹാജരാക്കൽ എന്നിവ നേരിട്ടല്ലാതെ വീഡിയോ കോൺഫറൻസിങ് വഴി നടത്താം. അപ്പോ നിയമപരമായ നടപടിക്രമങ്ങളിൽ എപ്പോഴാണ് കമ്പ്യൂട്ടറിന്റെ, മൊബൈലിന്റെ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായം ലഭ്യമാക്കേണ്ടുന്നത്, നിയമപരമായ നടപടിക്രമങ്ങളിൽ എപ്പോഴൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ സെക്ഷൻ വ്യക്തമാക്കുന്നത്. അങ്ങനെ വ്യക്തമാക്കുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സെക്ഷൻ 2(1)(a). എന്താണ് പറയുന്നത്? വീഡിയോ കോൺഫറൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നോക്കുക, കോടതി നടപടികൾ, സാക്ഷി വിസ്താരം, പ്രതികളെ ഹാജരാക്കൽ എന്നിവ നേരിട്ടല്ലാതെ വീഡിയോ കോൺഫറൻസിങ് വഴി നടത്താം. ശ്രദ്ധിച്ചോണേ, ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് സാക്ഷി വിസ്താരം വീഡിയോ കോൺഫറൻസിങ് വഴി നടത്താൻ സാധിക്കുമോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാൻ പറ്റും തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന്. അടുത്ത പോയിന്റ് നോക്കിക്കേ, തെളിവുകളുടെയും നടപടിക്രമങ്ങളുടെയും റെക്കോർഡിങ്. എന്താണ് തെളിവുകളുടെയും നടപടിക്രമങ്ങളുടെയും റെക്കോർഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോലീസ് തെളിവ് ശേഖരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും റെയ്ഡ് നടത്തുന്നു എന്ന് സങ്കല്പിക്കുക. ആ വിവരം കൃത്യമായിട്ട് ഒരു ഡിജിറ്റൽ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയോ ഉപയോഗിച്ചുകൊണ്ട്
റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ സെക്ഷൻ പറയുന്നത്. റെക്കോർഡിംഗ് ഓഫ് പ്രൊസീഡിങ്സ് ആൻഡ് എവിഡൻസ്, അതായത് തെളിവുകളുടെയും നടപടികളുടെയും റെക്കോർഡിംഗ്. നോക്കിക്കേ, തിരിച്ചറിയൽ പ്രക്രിയകൾ, ഐഡന്റിഫിക്കേഷൻ, പ്രതികളെ തിരിച്ചറിയുന്ന പരേഡ് വീഡിയോയിൽ പകർത്താം. അപ്പോ ഏതെങ്കിലും ഒരു കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ, സാക്ഷികൾ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് തിരിച്ചറിയൽ പരേഡ് നടത്തുന്നു എന്ന് സങ്കല്പിക്കുക. ഈ തിരിച്ചറിയൽ പരേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ റെക്കോർഡിംഗ് ചെയ്ത് സൂക്ഷിക്കുവാൻ സാധിക്കും. അടുത്ത തെളിവുകൾ, എവിഡൻസിന്റെ ശേഖരണം, തെളിവുകളുടെ ശേഖരണം. നോക്കിക്കേ, സാക്ഷികളുടെയോ ഇരകളുടെയോ മൊഴികൾ ഡിജിറ്റലായി റെക്കോർഡ് ചെയ്യുന്നത് ഇതിൽ വരുന്നു. നമ്മൾ പലപ്പോഴും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു റൂമിനകത്ത് ആ പ്രതി, കുറ്റം ചെയ്ത പ്രതി പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. അത് ഇതിനൊരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് സാക്ഷികളുടെയും ഇരകളുടെയൊക്കെ മൊഴികൾ റെക്കോർഡ് ചെയ്യുവാനായിട്ടും നമുക്ക് ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 2(1)(a) ആണ് എന്നുള്ളത്. എന്താണ് അത് പറയുന്നത്? ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ, മൊബൈലിന്റെയും കമ്പ്യൂട്ടറിന്റെയും ഒക്കെ ഉപയോഗം, നിയമപരമായ നടപടിക്രമങ്ങളിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗത്തെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത്. അടുത്ത പോയിന്റ് നോക്കിക്കേ, പരിശോധനകളും പിടിച്ചെടുക്കലും, സെർച്ച് ആൻഡ് സീഷർ. സെർച്ച് ചെയ്യുന്ന സമയത്തോ സീസ് ചെയ്യുന്ന സമയത്തോ പരിശോധിക്കുന്ന സമയത്തോ പിടിച്ചെടുക്കുന്ന സമയത്തോ നമുക്ക് അത്തരം രീതികൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം എന്ന് പറയുന്നു. നോക്കിയേ, ഒരു സ്ഥലത്ത് പോലീസ് റെയ്ഡ് നടത്തുമ്പോഴോ തൊണ്ടി മുതലുകൾ പിടിച്ചെടുക്കുമ്പോഴോ സുതാര്യത ഉറപ്പിക്കുവാൻ അത് നിർബന്ധമായും ഓഡിയോ വീഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ പോലീസ് ഒരു സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നു, തിരച്ചിൽ നടത്തി അവിടുന്ന് തൊണ്ടി മുതൽ കണ്ടെടുത്തു, ആ തൊണ്ടി മുതൽ പിടിച്ചെടുക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം എന്നുള്ളതാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത BNSSലെ സെക്ഷൻ 2(1)(a) കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത നോക്കിക്കേ, ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾ കൈമാറൽ. എന്താണ് പറയുന്നത്? ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ്. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പരാതിക്കാരനുമായിട്ടോ സാക്ഷിയുമായിട്ടോ പ്രതിയുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാം എന്ന് പറയുന്ന സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? BNSSലെ 2(1)(a) എന്ന് പറയുന്നത്. നോക്കിക്കേ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോണിക് ആശയവിനിമയങ്ങൾ കൈമാറൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കുക. കോടതിയിലെ സമൻസുകൾ, നോട്ടീസുകൾ അല്ലെങ്കിൽ വാറണ്ടുകൾ എന്നിവ വാട്സപ്പ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റു ഡിജിറ്റൽ മാർഗങ്ങൾ വഴി അയക്കുന്നതും ഇതിന്റെ പരിധിയിൽ വരും. ചോദ്യം പരീക്ഷയ്ക്ക് പല രീതിയിൽ വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കൊരു വാറണ്ട് വാട്സപ്പ് വഴി വന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് ഉത്തരം. എന്തുകൊണ്ട് സാധിക്കും എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 2(1)(a) അതിന് നിയമസാധുത നൽകുന്നുണ്ട്. നോക്കിക്കേ, കോടതിയിൽ നിന്നുള്ള സമൻസുകള്, അതുപോലെ തന്നെ നോട്ടീസുകള് അല്ലെങ്കിൽ വാറണ്ടുകൾ എന്നിവ വാട്സപ്പ്, ഇമെയിൽ അല്ലെങ്കിൽ മറ്റു ഡിജിറ്റൽ മാർഗങ്ങൾ വഴി അയക്കാൻ സാധിക്കും. അതും ഈ നിയമത്തിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് പറയുന്നത്. സെക്ഷൻ 2 സബ് ക്ലോസ് A പറയുന്നു ഓഡിയോ വീഡിയോ മീൻസ്. അതായത് നിയമപരമായ നടപടിക്രമങ്ങളിൽ ഓഡിയോ വീഡിയോ മാധ്യമങ്ങളുടെ ഉപയോഗത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്നാണ് കരുതുന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗം പറയുന്നു ആശയവിനിമയ ഉപകരണങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. എന്താണ് പറയുന്നത് നോക്കിക്കേ, സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ, CCTV ക്യാമറകൾ, വോയിസ് റെക്കോർഡറുകൾ തുടങ്ങിയ ഏതൊരു ഡിജിറ്റൽ ഉപകരണവും ഇതിനായി ഉപയോഗിക്കാം. അതായത് ഒരു കേസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിയമപരമായ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ, CCTV ക്യാമറകൾ, വോയിസ് റെക്കോർഡറുകൾ തുടങ്ങിയ ഏതൊരു ഡിജിറ്റൽ ഉപകരണവും ഇതിനായിട്ട് ഉപയോഗിക്കാം. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടോ നിയമ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടോ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കിയേ, CCTV ക്യാമറകൾ കോമൺ എക്സാമ്പിൾ ആണ്. ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തെളിവ് ശേഖരണത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ CCTV ക്യാമറകൾ ഉപയോഗിക്കാം. കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ ഏത് ഡിജിറ്റൽ മാധ്യമവും നിയമപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാം എന്നാണ്
ഈ സെക്ഷൻ പറയുന്നത്. സെക്ഷൻ 2(1)(a). ഓർത്തു വെച്ചോണേ. അടുത്ത നോക്കിയേ, സംസ്ഥാന സർക്കാരിന്റെ അധികാരം. ഈ ഒരു നിയമത്തില് സംസ്ഥാന സർക്കാരിന് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. നോക്കിയേ, ഭാവിയിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചട്ടങ്ങൾ വഴി തീരുമാനിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നോക്കുക, നമ്മൾ ഈ പറയുന്ന സെക്ഷൻ ഏതാണ്? 2(1)(a). ഈ സെക്ഷനിലേക്ക് സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഭാവിയിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ചട്ടങ്ങൾ വഴി തീരുമാനിക്കുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്കുണ്ടായിരിക്കും. അപ്പൊ ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന് നിയമാനുസൃതമായിട്ട് അതത് സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, കേസ് അന്വേഷണത്തിലും കോടതി നടപടികളിലും സുതാര്യത കൊണ്ടുവരുന്നതിനും തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കുന്നത് തടയുന്നതിനും നടപടികൾ വേഗത്തിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഇലക്ട്രോണിക് മാർഗങ്ങൾക്ക് നിയമപരമായ സാധുത നൽകിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഓഡിയോ, വീഡിയോ, ഡിജിറ്റൽ മീൻസിന് നിയമപരമായിട്ടുള്ള സാധുത നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, കേസ് അന്വേഷണം, കോടതി നടപടികൾ, ഇതിലൊക്കെ സുതാര്യത കൊണ്ടുവരിക, തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കുന്നത് തടയുക, നടപടികൾ വേഗത്തിലാക്കുക, തെളിവുകൾ ശേഖരിക്കുക, അതുപോലെ തെളിവുകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നത് തടയുക, സുതാര്യത ഉറപ്പുവരുത്തുക, ഈ വക കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നിയമത്തിൽ ഓഡിയോ, വീഡിയോ, ഡിജിറ്റൽ മീൻസിന്റെയൊക്കെ ഉപയോഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഭാരതീയ ന്യായ സംഹിത BNSSലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2(1)(a) ആണ്. എന്താണത് പറയുന്നത്? ഓഡിയോ, വീഡിയോ മീൻസ്. നിയമപരമായ നടപടിക്രമങ്ങളിൽ ഓഡിയോ, വീഡിയോ, ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഉപയോഗത്തെ പറ്റിയിട്ടാണ് പറയുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പോ ഈ ഒരു സെക്ഷനുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സുകളുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.